അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്നുള്ളത് സ്വർഗത്തിൻ്റെ 8 വാതിലുകൾ എന്നുള്ളതാണ്. പരിശുദ്ധ ഹദീസുകളിലൊക്കെ ധാരാളമായിട്ട് സ്വർഗത്തിൻ്റെ വാതിലുകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സ്വർഗത്തിന് 8 വാതിലുകളുണ്ട് എന്ന് ഹദീസുകളിൽ പരാമർശിക്കുന്നത് കാണാൻ പറ്റും. അതിൽ ചില വാതിലുകളുടെ പേരും പരാമർശിച്ചിട്ടുണ്ട്. ബാബു സ്വലാത്ത്, ബാബു സ്വദഖ, ബാബുൽ ജിഹാദ്, റയ്യാൻ ഇത് തുടങ്ങി ചില പേരുകളും ഹദീസുകളിൽ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗം വളരെ വിശാലമാണ്. ആകാശഭൂമികളെക്കാളും വിശാലമാണ് സ്വർഗം. ആ വിശാലമായ സ്വർഗത്തിന് വിശാലമായ വലിയ ഒറ്റ വാതിൽ മതിയല്ലോ. എല്ലാ സ്വർഗാവകാശികൾക്കും ആ ഒരു വാതിലിലൂടെ തന്നെ പ്രവേശനം നൽകിയാൽ മതിയല്ലോ. എന്തിനാണ് പ്രത്യേകം പേരുകളിൽ പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക വാതിലുകൾ എന്തിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമ്മുടെ സാമാന്യ യുക്തി വെച്ച് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ വാതിലുകൾ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യരിലെ വൈവിധ്യങ്ങളെ ആ നിലയിൽ തന്നെ അംഗീകരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. നമ്മളുടെ കൂട്ടത്തിൽ ചിലർക്ക് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവർ വളരെ സജീവമായിരിക്കും. നമസ്കാരം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ജീവിതത്തിൽ ഉടനീളം അവർ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പള്ളികളിൽ പോയി കൃത്യമായി അവ്വൽ വക്തിൽ തന്നെ നിർവഹിക്കാൻ വേണ്ടി യാത്രകളാണെങ്കിലും വിവാഹമാണെങ്കിലും മറ്റെന്ത് തിരക്കുണ്ടെങ്കിലും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യതയുള്ള കണിശതയുള്ള ആളുകളുണ്ടാവും. അവർ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാത്തവരായിരിക്കില്ല. ഇപ്പോൾ നമസ്കരിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളിലൊക്കെയും വളരെ പിന്നാക്കമാണ്, മോശമാണ്, നിർബന്ധ ബാധ്യതകളായിട്ടുള്ള മറ്റൊന്നും ചെയ്യുന്നില്ല, മറ്റ് ഹറാമുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ബാബു സ്വലാത്തിലൂടെ ഈ നമസ്കാരക്കാരന് കയറാൻ കഴിയില്ല. ഒരു മുസ്ലിം എന്ന നിലയ്ക്കുള്ള നിർബന്ധ ബാധ്യതകളൊക്കെ നിറവേറ്റുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു കാര്യത്തിൽ കൂടുതൽ മികവുണ്ട്, കൂടുതൽ ശ്രദ്ധയും താല്പര്യവുമുണ്ട് എങ്കിൽ ആ ഒരു പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് ആ വ്യക്തിയെ ബാബു സ്വലാ നമസ്കാരത്തിൻ്റെ വാതിലിലൂടെ പ്രത്യേകമായി സ്വീകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നോമ്പും. നമസ്കരിക്കാത്ത ഒരു നോമ്പുകാരന് റയ്യാനിലൂടെ പ്രവേശനമില്ലല്ലോ. മറ്റ് നമസ്കാരമാകട്ടെ മറ്റ് നിർബന്ധ ബാധ്യതകളാവട്ടെ അതൊക്കെ നിറവേറ്റുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തിക്ക് നോമ്പ് വല്ലാത്ത ഇഷ്ടമാണ്, നോമ്പിൻ്റെ കാര്യത്തിൽ വളരെ സജീവമാണ്. റമദാൻ മാസമായി കഴിഞ്ഞാൽ അയാളുടെ ജീവിതവും അയാളുടെ പെരുമാറ്റവും എല്ലാം വലിയ തോതിൽ മാറ്റമുണ്ടാകുന്നു. നോമ്പിനെ വളരെ ആവേശപൂർവ്വമാണ് ഒരാൾ സ്വീകരിക്കുന്നത്. റമദാൻ മാസത്തിൽ മാത്രമല്ല മറ്റു മാസങ്ങളിലും ധാരാളമായിട്ട് സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ആ നോമ്പുകാരൻ എന്ന പരിഗണനയിൽ പ്രത്യേകമായി സ്വീകരിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ചില വീക്ഷണങ്ങളെയും തിരുത്തി കുറിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കൂട്ടത്തിൽ വ്യക്തികളാകട്ടെ സംഘടനകളാകട്ടെ മറ്റു വിഭാഗങ്ങളാവട്ടെ പലർക്കും പല കാര്യങ്ങളിലും ഊന്നലുണ്ടാകും. ചിലർക്ക് ചില കാര്യങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ടാകും. അത് ഒരു മോശം കാര്യമല്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിന് വ്യത്യസ്ത മുഖങ്ങൾ, വ്യത്യസ്ത വശങ്ങൾ ഉണ്ട് എങ്കിലും അതിൽ ഒരാൾക്ക് ഒന്നിനോട് താല്പര്യം കൂടുതലുണ്ടാകുന്നത് ഒരു മോശം കാര്യമല്ല. മറ്റു കാര്യങ്ങളെ, ഇസ്ലാമിലെ അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള മറ്റ് അംശങ്ങളെ, മറ്റ് മേഖലകളെ നിഷേധിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നില്ല എങ്കിൽ മറ്റ് വിഭാഗങ്ങൾ, മറ്റ് കക്ഷികൾ, ഉമ്മത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു കക്ഷികൾ അവർ ഖുർആനിനും സുന്നത്തിനും എതിരല്ലാത്തിടത്തോളം കാലം അവർ ചെയ്യുന്ന മേഖലകളെ തള്ളിപ്പറയാതിരിക്കുകയും അതിനോടും ഗുണകാംക്ഷയുണ്ടായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വൈവിധ്യങ്ങൾ വളരെ സ്വാഭാവികമാണ്, യഥാർത്ഥത്തിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യവും കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീൻ എന്ന് പറയുന്നത് നസീഹത്ത് കൂടിയാണല്ലോ. അദ്ദീനു നസീഹ എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരോട് ഗുണകാംക്ഷയും സ്നേഹവുമുള്ളവരായിരിക്കുക. അവർ ഏതെങ്കിലും ഒരു മേഖലയിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവരെന്താണ് ഈ മേഖലയിലില്ലാത്തത് എന്ന് പറഞ്ഞ് നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവരവരുടെ മേഖലകളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദീനിനെ സമഗ്രമായി ഉൾക്കൊള്ളാനും ഒപ്പം നമുക്ക് ഏത് മേഖലയിലാണോ കൂടുതൽ കഴിവും താല്പര്യവുമുള്ളത് ആ മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ വിവിധ വാതിലുകളിലൂടെ പ്രവേശിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി സ്നേഹവും സന്തോഷവും പങ്കിടുന്ന സൗഭാഗ്യവാന്മാരിൽ, സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.